ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. പിള്ളേർ ജെയിമും ജിബിനും അവർ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് വിൻ്റർ ആണെങ്കിലും ഇന്നത്തെ ക്ലൈമറ്റ് കുറച്ച് നല്ല ക്ലൈമറ്റാണ്. ആക്ച്വലി വലിയ തണുപ്പില്ലായിരുന്നു, വലിയ ചൂടുമില്ലായിരുന്നു, ഒരു മീഡിയം ടെമ്പറേച്ചറായിരുന്നു. പിന്നെ കുറച്ച് മൂവിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് പുറത്തിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിള്ളേർ കളിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ ഹൂപ്പ്, ഈ കാണുന്ന ബാസ്ക്കറ്റ് ബോളിൻ്റെ ഹൂപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, ഇതേപോലത്തെ ഒരെണ്ണം. അത് കഴിഞ്ഞ വർഷത്തെ ഒരു സൈക്ലോണിൽ അതെല്ലാം പൊട്ടി തകർന്ന് പോയി. അപ്പോൾ അതെല്ലാം നമ്മൾ കളഞ്ഞിട്ട് ഒരു പുതിയത് ഇപ്പോൾ 2 ആഴ്ച മുമ്പ് പിള്ളേർക്ക് വേണ്ടി മേടിച്ചതാണ്. എന്താ വെച്ചാൽ അവർക്ക് വെക്കേഷനാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ പുറത്ത് പോയി കളിക്കാനുള്ള കൂടുതൽ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കളിക്കാനായിട്ട് ഇത് മേടിച്ചു. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമുണ്ട് ആക്ച്വലി. കാരണം അവർ ചോദിച്ചു, അപ്പം നമ്മൾ മേടിച്ചു കൊടുത്തു. പണ്ട് നമ്മുടെ ബാല്യകാലത്ത് ഒരു സൈക്കിള് വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് സാമ്പത്തികമായിട്ടില്ലാത്തത് കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടും നമുക്കത് കിട്ടിയില്ല. അപ്പം അങ്ങനെ പനയമ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങളൊരു നല്ലൊരു ടീമുണ്ടായിരുന്നു. ഞങ്ങൾ സോക്കർ കളിക്കുന്നത് നല്ലൊരു ടീമുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ 1-2 കൂട്ടുകാരും, പേര് പറയുന്നില്ല. അപ്പം ഞങ്ങളെന്താ ചെയ്യുക, നമുക്ക് സൈക്കിൾ മേടിക്കാനുള്ള പൈസ ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഖാദർ എന്നാണ് പുള്ളിയുടെ പേരെന്ന് ചോദിച്ചു. ഖാദറണ്ണൻ്റെ ഒരു സൈക്കിൾ കടയുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ പഴയ ടയർ ഖാദറണ്ണനോട് കെഞ്ചി മേടിക്കുന്ന ടയർ ഉരുട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ കാലം കൊണ്ടിട്ട് കമ്പി വളച്ചെടുക്കും. അങ്ങനെ അത് ഉരുട്ടിക്കൊണ്ട് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൂടാതെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പന്ത് ഇല്ലാത്തതുകൊണ്ട് കടലാസൊക്കെ പാക്ക് ചെയ്ത് പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി ചാക്കുനൂല് കൊണ്ട് കെട്ടി ഞങ്ങൾ പന്തുണ്ടാക്കുമായിരുന്നു. അതുപോലെ ബാറ്റിന് പകരം ഞങ്ങൾ മടലും ചെത്തി തേച്ച കമ്പും, അതായത് തടിയുടെ പീസുമൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. അപ്പം നമ്മുടെ പിള്ളേരുടെ ആഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാത്തത് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇല്ലായ്മയിലും നമ്മളത് മേടിച്ചു കൊടുത്ത് നമ്മൾ സന്തോഷം കണ്ടെത്തും. നമ്മുടെ ബാല്യകാലത്ത് നഷ്ടപ്പെട്ട പലതും നമുക്ക് അതൊരു ഗൃഹാതുരത്വത്തിൻ്റെ ഒരു നോവായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തന്നെ നിൽക്കാതിരിക്കില്ല, പക്ഷേ അതിനെ നമ്മൾ ഒരു വിധത്തിൽ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പിള്ളേരുടെ ഇങ്ങനത്തെ സന്തോഷങ്ങൾ ചെയ്യുന്നു. വീണ്ടും കാണാം. ബൈ.